രാധേ രാധേ. ഗുഡ് മോർണിംഗ്. ആരാണ് ഹിന്ദു? ഒരു ഹിന്ദു ഉറക്കമെഴുന്നേറ്റ് തിരിച്ചുറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിശ്ചയമായിട്ടും ഈ 17 കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഒരു ഹിന്ദു ആകുന്നത്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരണം. പക്ഷെ ലൗകിക ജീവിതത്തിൽ അത് പാടാണ്. 5 മണി അല്ലെങ്കിൽ 5:30-ക്കെങ്കിലും നിങ്ങൾ എഴുന്നേറ്റിരിക്കണം. എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇടതുവശത്തെ തറയിൽ ശ്രീ എന്ന് വലത് കൈ കൊണ്ട് നിങ്ങൾ എഴുതണം. വലതുവശം തിരിഞ്ഞേ എഴുന്നേക്കാവൂ. അപ്പൊ കൃഷ്ണഭക്തരാണെങ്കിൽ ഗോവിന്ദ ഗോവിന്ദ എന്നും, ശിവഭക്തര് ഓം നമശിവായും, രാധാഭക്തര് രാധേ രാധേ എന്നും അങ്ങനെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ മന്ത്രം ചൊല്ലണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അമ്മയെ സ്മരിക്കണം. പിന്നെ നിങ്ങളുടെ അച്ഛനെ സ്മരിക്കണം. പിന്നെ നിങ്ങൾക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ഗുരുവിനെ സ്മരിക്കണം. 2 കൈപ്പത്തികൾ ചേർത്ത് വെക്കണം. അതിനുശേഷം എന്നിട്ട് ആ വിരലിന്റെ അറ്റത്ത് ലക്ഷ്മി ദേവി ഇരിക്കുന്നതായി കണ്ടിട്ട് സമ്പത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കണം. ഉള്ളം കൈയിൽ സരസ്വതി ഇരിക്കുന്നതായി കണ്ട് പ്രാർത്ഥിക്കണം. സരസ്വതി ദേവിക്ക് വിദ്യക്ക് ഉയർച്ച വരണേ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വിദ്യക്ക് ഉയർച്ച വരണേ, ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ടോ കൈപ്പത്തിയുടെ അടിവശത്ത് പാർവതി ദേവി ഉള്ളതായി പ്രാർത്ഥിക്കുക. ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം നിങ്ങൾ ഭൂമിയെ കുനിഞ്ഞു തൊട്ട് ശിരസിൽ വെക്കണം. അതിനുശേഷം നിങ്ങൾ കുളിക്കണം. കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. കുളി കഴിഞ്ഞാൽ പുറകുവശം വേണം ആദ്യം തോർത്താൻ. കാരണം തലച്ചോറുമായി നട്ടെല്ലിനുള്ള ബന്ധം കണക്കാക്കുകയാണ്. അതിനുശേഷം വിഷ്ണു ഭക്തര് ചന്ദനം ധരിക്കണം. ശിവഭക്തര് ഭസ്മം ധരിക്കണം. ഒരു കാരണവശാലും നനയ്ക്കരുത്. ദേവി ഭക്തര് സിന്ദൂരമാണ് ധരിക്കേണ്ടത്. ഗണപതി ഭക്തര് കരിയാണ് ധരിക്കേണ്ടത്. കഴുകിയ അതേ കണക്ക് സ്ത്രീകള് കഴുകിയ അരി അടുപ്പിലിടുന്നതിന് മുമ്പ് 2 മണി അരി എടുത്ത് അഗ്നിയെ ധ്യാനിച്ച് കലത്ത 3 തവണ ചുറ്റിയ ശേഷം അടുപ്പിലിടണം. വീണ്ടും 2 മണി അരി എടുത്ത് അന്നപൂർണേശ്വരിയെ ധ്യാനിച്ച് കലത്ത 3 തവണ ചുറ്റിയിട്ട് കലത്തിനകത്തിട്ടിട്ട് തുടർന്ന് കഴുകി വെച്ച അരി മുഴുവനും അതിനകത്തേക്ക് ഇടണം. അരി വെന്ത് ഊറ്റി കഴിയുമ്പോൾ കുറച്ച് ചോറെടുത്ത് കാക്കയ്ക്ക് ബലിച്ചോറായി നൽകണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കൊണ്ട് കുറച്ച് ചോറ് വെളിയിൽ വെച്ചിരുന്നാൽ മതി. ആഹാരത്തിന് ശേഷം അമൃതാഭിധാനമസി, ധനത്തിൻ്റെതായ അമൃതാഭിധാനമസി അന്നദാത സുഖീ ഭവ എന്ന് പ്രാർത്ഥിക്കണം. അതിപ്പോ ഇവിടെ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതേ കണക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് അല്പനേരം പുരാണം വായിക്കണം. അന്ന് ചെയ്ത പ്രവർത്തികൾ നിങ്ങളൊന്ന് ആലോചിക്കണം. എന്തെങ്കിലും മോശപ്പെട്ട പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കണം. ഇനി മേലാൽ ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം. കിടക്കുമ്പം തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടക്കണം. വലതുവശം ചരിഞ്ഞ് നിവർന്ന് കിടക്കണം. നന്നായി ഉറക്കം വരുമ്പോൾ കിടക്കുക. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പം വേണ്ട ആ മന്ത്രങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലിടും. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ.